ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കും. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡിൽ ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഗണേശ് മറന്നതല്ല, ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. 100 വർഷം ഒരു അധ്വാനമാണ്, അധ്യയനത്തിന്റെ പേരിലുള്ള ഒരു അധ്വാനം. അത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വന്നവരാണോ, കടന്നു വന്നവർ സ്ഥാപിച്ചു പോയ ദിവ്യ അനുഭവങ്ങളാണോ വിദ്യാലയങ്ങളുടെ പേരിൽ, ആ ദിവ്യ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോ ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ സമാധാനം, സ്നേഹം നിലനിൽക്കുന്നതിന് വേണ്ടി അധ്യയനം, വിദ്യാഭ്യാസം എന്ന അനിവാര്യത, അതിൻ്റെ മൂല്യം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥനയോടെ ഓർത്ത് മുന്നോട്ട് നമുക്ക് പോകുന്ന വേളയിൽ 100 വർഷം തികഞ്ഞ ഒരു വിദ്യാലയത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള ഓണറബിൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ CP രാധാകൃഷ്ണൻജി, ദി ഓണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീ അർലേക്കർജി, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രിന്റഡ് സ്പീച്ചിലേക്ക് കടക്കാം. ഐ ഹോപ്പ് മൈ dear Vice President will certainly permit me to. ഈ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും.